പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്കൂളൊക്കെ പൂട്ടിയതാണ്. മക്കളൊന്നും നിങ്ങൾ ഇതുപോലെ പുഴയിലേക്കോ മറ്റു കടവിലേക്കോ ഒന്നും വിടലിട്ടോ. അത് കണ്ടില്ല, നിങ്ങൾ ഒരു കുട്ടീൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ പൊന്തിയത് അടുത്ത് കൊണ്ടുവരാണ്. മലപ്പുറം ജില്ലയിൽ ഇന്ന് സംഭവിച്ചതാണ്. വേങ്ങരയ്ക്ക് അടുത്ത്, അതായത് കടലുണ്ടി പുഴയിൽ മഞ്ഞമ്മാട് കടവാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടുത്തെ ആ കുട്ടിയുടെ മൃതദേഹം കൊണ്ടുവരുന്ന കാഴ്ചയാണ്. സങ്കടം, കാണാൻ വയ്യാത്തൊരു അവസ്ഥയാണ്. എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചു മോട്ടോർ സൈക്കിളായിരുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞു വെള്ളത്തിലാണ് എന്ന് പറഞ്ഞു. ചെന്നപ്പോൾ തന്നെ ആ പാലത്തിൻ്റെ അടുത്ത് തന്നെ കണ്ടമാനം ആളുകളുണ്ട്. കോട്ടേഴ്സിൽ താമസിക്കണേ കുട്ടീൻ്റെ കൂടെ പോയതാണ്. പക്ഷെ ശരിക്കും നീന്താൻ അറിയുന്ന കുട്ടിയാണ് ഇവന്. പക്ഷെ എങ്ങനെയെന്ന് അറിയില്ല. വെള്ളത്തിൻ്റെ അടിയൊക്കെ താന്നു പോയി എന്നാ പറയുന്നത്. പാലത്തിൻ്റെ അടിയൊഴിക്കൊന്നുമില്ല. പാലത്തിൻ്റെ മേലെന്നുള്ള പോലാണ് കണ്ടിട്ടുണ്ട്. ഈ ഒപ്പം നടക്കുന്ന കുട്ടി കണ്ടിട്ടില്ല. അവൻ അറിഞ്ഞിട്ടില്ല. അതുപോലെ മറ്റൊരു മേലത്തുള്ള ആൾക്കാർ കൈ ബന്ധിച്ച് കാണിച്ചു കുട്ടി മുങ്ങാൻ പോകുമ്പോൾ എന്ന് പറഞ്ഞപ്പോഴാണ് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റവനെ കാണാനില്ല. എന്താ എടുക്കാൻ വേണ്ടിയിട്ടാണ് നീന്തിയത്. അപ്പോൾ രണ്ടാളും പോയി മറ്റവൻ കരയിൽ ഇവിടെ നിന്നിരുന്നു, ആ പാലത്തിൻ്റെ അടിയിൽ നിന്നിരുന്നു. മരണവാർത്ത അറിഞ്ഞ് അവർ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് ആളുകളൊക്കെ എത്തിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. വല്ലാത്തൊരു സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ഇന്ന് അവിടെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും എന്താണ് സംഭവിച്ചത്? അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് വൈകിട്ട് 5:30 ഏറെ സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അതായത് മലപ്പുറം ജില്ലയിലെ വേങ്ങര വലിയോറ മഞ്ഞമ്മാട് കടവിൽ വെച്ചിട്ട് ഉള്ളൊരു കുട്ടി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആ കുട്ടി താമസിക്കുന്ന വീടിൻ്റെ പരിസരത്താണ്. അപ്പോൾ അവിടെ അവർ താമസിക്കുന്നതിനോട് ചേർന്നിട്ടുള്ള അയൽവാസിയായിട്ടുള്ള ഒരു ഇക്കയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. എങ്ങനെ അപ്പോഴാണ് അറിഞ്ഞേ? ഞാൻ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫോൺ വന്നു. എൻ്റെ അഞ്ചന് എളാപ്പാൻ്റെ മകന് കോയ അറിഞ്ഞിട്ട് അവൻ കോട്ടയ്ക്ക് പോവുകയാണെന്ന് തോന്നുന്നുണ്ട്. അവൻ പറഞ്ഞു, കാക്ക നിങ്ങളെ കോട്ടയസിലുള്ള ഒരു കുട്ടി ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്, അടിയിലേക്കാണ് പോയിക്കൊണ്ട് ഒരു വിവരം കിട്ടിയിട്ടില്ല, പിന്നെ പൊന്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. എവിടെ പോയി എന്ന് അറിയില്ല, കാണാനില്ല എന്നുള്ള വാർത്ത മാത്രമേ നമുക്ക് അറിയുള്ളൂ. അങ്ങനെ സത്യത്തിൽ അപ്പം തന്നെ ഞാൻ അപ്പം തന്നെ പുറത്തിറങ്ങി ആ കുട്ടീൻ്റെ വാപ്പാനെ പോയി കണ്ട് അതിനെ ബാക്കിൽ മോട്ടോർ സൈക്കിളിൻ്റെ ബാക്കിൽ വെച്ചിട്ട് കൊണ്ടുപോയി വേറൊന്നും പറയാതെ. പെട്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. എന്താണ്, ഒരു 18-19 വയസ്സുള്ള കുട്ടിയല്ലേ. എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചു മോട്ടോർ സൈക്കിളായിരുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞു വെള്ളത്തിലാണെന്ന് പറഞ്ഞു. ചെന്നപ്പോൾ തന്നെ ആ പാലത്തിൻ്റെ അടുത്ത് തന്നെ കണ്ടമാനം ആളുകളുണ്ട്. പിന്നെ റെസ്ക്യൂ ആയിട്ടും പിന്നെ ഇവിടുന്ന് വന്ന് മലപ്പുറത്തുനിന്ന് ഇവിടുന്ന് വന്നതെന്ന് എനിക്കറിയില്ല. പോലീസ് സ്റ്റേഷനിലുള്ള ആളുകളും അതുകൊണ്ട് അല്ല, പിന്നെ നാട്ടുകാരും കൂടിയിട്ട് ഇറങ്ങി തപ്പലൊടിയുന്നു. അവസാനം ഇവർ വന്നുകാരാണ്, ഫയർ സർവീസിൻ്റെ ആൾക്കാർ വന്നാരാണ് കിട്ടിയത്. 5 മണി ഒരു 5:30 ആയപ്പോഴത്തേന് ആളെ കിട്ടിക്കണോ, 5:30 അല്ല 6 മണിയായപ്പോഴത്തേന് കിട്ടി. 6 മണിയായപ്പോൾ കിട്ടി. മുക്കാലായപ്പോൾ വാങ്ങി കൊടുത്തപ്പോഴത്തേനും പുറത്ത് എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ അറിഞ്ഞത് ഇവിടുത്തെ ഇവര് കൂട്ടുകാരൊപ്പം പോയതാണോ? ഒരു കുട്ടി അടുത്തുള്ള കോട്ടേഴ്സിൽ താമസിക്കണേ കുട്ടീൻ്റെ കൂടെ പോയതാണ്. പക്ഷെ ശരിക്കും നീന്താൻ അറിയുന്ന കുട്ടിയാണ് ഇവന്. പക്ഷെ എങ്ങനെയെന്ന് അറിയില്ല. വെള്ളത്തിൻ്റെ അടിയൊക്കെ താന്നു പോയി എന്നാ പറയുന്നത്. പാലത്തിൻ്റെ അടിയൊഴിക്കൊന്നുമില്ല. പാലത്തിൻ്റെ മേലെന്നുള്ള പോലാണ് കണ്ടിട്ടുണ്ട്. ഈ ഒപ്പം നടക്കുന്ന കുട്ടി കണ്ടിട്ടില്ല. അവൻ അറിഞ്ഞിട്ടില്ല. അതുപോലെ മറ്റൊരു മേലത്തുള്ള ആൾക്കാർ കൈ ബന്ധിച്ച് കാണിച്ചു കുട്ടി മുങ്ങാൻ പോകുമ്പോൾ എന്ന് പറഞ്ഞപ്പോഴാണ് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റവനെ കാണാനില്ല. അത് മുങ്ങിപ്പോയതാണ്. അപ്പൊ ഈ പയ്യന് തൊട്ടയലക്കത്തിലാണ് ഇവിടുത്തുകാരൻ തന്നെയാണോ ഇപ്പൊ കണ്ട കുട്ടി? അല്ല, ഇവിടുത്തുകാരല്ല അവരൊന്നും. ശരിക്ക് പറഞ്ഞ ഒന്ന് മണ്ണാർക്കാടുള്ളതാണ് അവര്. ഇപ്പൊ മരിച്ചു പറഞ്ഞ കുട്ടി. പിന്നെ അവന്റെ വാപ്പ ഒരു തമിഴനാണ്. പിന്നെ ഇപ്പൊ ഇവരും രാജസ്ഥാനികളാണ്, വാപ്പ മലയാളിയാണ്. ഇപ്പൊ ഈ ഒപ്പം പോയ കുട്ടി. അപ്പൊ ഈ കോട്ടേഴ്സിൽ പാർക്കുന്ന 2 അപ്പുറത്തും താമസിക്കുന്ന വീട്ടുകാരാണ്. ഓരോരും 10-18 വയസ്സായ കുട്ടികൾ ഒരുമിച്ചാകുമ്പോൾ പോയതാണ്. പക്ഷെ എങ്ങനെ അറിയില്ല, നീന്ത അറ്റതാണ്. സാധാരണ പിന്നെ ഇങ്ങനെ കുളിക്കാൻ ഇവരിപ്പുറത്ത് പോലുണ്ടെന്ന് പറയുന്നത് നീന്ത അറിയുന്നു പറഞ്ഞു. പക്ഷെ നീന്തി കടക്കാൻ ഇക്കരെ കടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇവര് അക്കരെ കടക്കാൻ ശ്രമിച്ചതാണ്. അക്കരല്ല, നേരെ മേലോട്ട് നീന്തിട്ട് എന്തൊരു പേപ്പറോ ഒരു എന്താ എടുക്കാൻ വേണ്ടിയിട്ടാണ് നീന്തിയത്. അപ്പോൾ രണ്ടാളും പോയി മറ്റവൻ കരയിൽ ഇവിടെ നിന്നിരുന്നു, പാലത്തിന്റെ അടിയിൽ നിന്നിരുന്നു. തിരിച്ചു വന്നപ്പോഴത്തേനും അവനെ കാണാനില്ല എന്നാ മറ്റൻ പറഞ്ഞത്. അതിലാണ് നേരെ മേലുള്ളവരാ പറഞ്ഞത്, കൈ ബന്ധിച്ച് കാണിച്ചിരുന്നു, ആള് സാധിക്കണോ അവിടെ. അങ്ങനെയാണ് പിന്നെ എല്ലാവരും കൂടി തെരച്ചിൽ തുടങ്ങിയത്. പിന്നെ ഈ ഒരു സംഭവം ഇവിടെ ഇപ്പോൾ വീട്ടിൽ അറിഞ്ഞോ? അതെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കുട്ടിന്റെ ഉമ്മ ഉണ്ട്, വാപ്പയുണ്ട്, ഒരു പെങ്ങളേ ഉള്ളൂ. ആകെ ഒരു ആൺകുട്ടിയാണേ ഉള്ളൂ. ഏതായാലും നാടിന് ഏറ്റവും വേദന അറിഞ്ഞൊരു സംഭവമായി പോയില്ലേ. നിങ്ങൾ ഈ കുട്ടി എങ്ങനെയാണ് പഠനത്തിലൊക്കെ എങ്ങനെയൊക്കെ അറിയോ? തിരക്കടില്ല, അപ്പൊ പഠിക്കാൻ പോകുന്നുണ്ട്. അതിന്റെ അടിയിൽ മൊബൈൽ കടയിൽ എന്താ മെക്കാനിക്സോ എന്താ പഠിക്കാനോ അതും പോകുന്നുണ്ട് പറഞ്ഞു. നല്ലൊരു
കുട്ടിയാണ്. അതെ. എത്ര വർഷമായിട്ട് ഇവർ ഇവിടെ ഉണ്ട്? ഇവിടെ 10 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. നല്ലൊരു ഇതിൽ നല്ലൊരു രീതിയിൽ അവരവരായിട്ടുള്ള ഒരു ജീവിതം. പാപ്പ ജോലിക്ക് പോവും, മകനും പഠിക്കാനും അതിൻ്റെ അടിയിൽ വല്ല ജോലികളും ചെറിയ സൈഡായിട്ടുള്ള നമ്മളുണ്ടല്ലോ കല്യാണത്തിനുള്ള പരിപാടിക്ക് അങ്ങനെ പോവും. അങ്ങനെയുള്ള പരിപാടികളൊക്കെ അവനുണ്ടായിരുന്നു. അത് ശരി. ഇതിപ്പോ കുടുംബത്തിന് താങ്ങാൻ പറ്റുമെന്ന് നമ്മൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയില്ല. നിങ്ങളിപ്പോ വീട്ടിൽ അറിഞ്ഞപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുടുംബത്തിൽ നിന്ന് എല്ലാവരും അങ്ങോട്ട് പോയിക്കാണ്. വീട്ടിലെ ഭാര്യയും സങ്കടമല്ലാതെ ഞാൻ വന്നപ്പോ തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ് വേദന. പിന്നെ ഒരു 18 വയസ്സ് വരെ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു വലിയ മനുഷ്യനായി, ഏകദേശം പറയാം 20 വയസ്സായി. ഇനി എന്താ ചെയ്യാൻ, വളർത്തി വലുതാക്കിയിട്ടില്ലേ. അവന്റെ വിധി അതാണെന്ന് എല്ലാ കഴിഞ്ഞപ്പോ നമ്മള് അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് ഇപ്പൊ അവിടുന്ന് ഒരു 6:30 മണിക്ക് എടുത്തതിന്റെ ശേഷം നേരെ കൊണ്ടായിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞത് മരിച്ചു എന്നുള്ള റിസൾട്ടാണ് വരുന്നത്. ഇനിയിപ്പോ എന്താണ് അടുത്തുള്ള എന്താണ് നടക്കല്, ഒന്നുകിൽ മഞ്ചേരി, അത് നാളെ ഉണ്ടാവുള്ളൂ. ഇനി എന്തായാലും ഈ അൽമാസ് പോസ്റ്റ്മോർട്ടത്തിന് വേറെ സ്ഥലത്ത് കൊണ്ടുപോകണം, ഒന്നും ഉണ്ടാവില്ല. നാളെ ഇന്ന് ഫ്രിഡ്ജിലോ എന്തെങ്കിലും ആയിട്ട് അങ്ങനെ ഉണ്ടായാല് ഇനി നാളെ ആയിട്ടേക്കാരം അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകിൽ മഞ്ചേരി അല്ലെങ്കിൽ തിരുരങ്ങാടി അങ്ങനെ. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മലപ്പുറം ജില്ലയിലെ വേങ്ങര കടലുണ്ടി പുഴയിൽ മഞ്ഞമ്മാട് പെരുമ്പുഴ കടവിൽ ഇന്ന് വൈകിട്ട് 5:30 അതായത് പുഴയിൽ കാണാതായ കുട്ടിയുടെ വിശദ വിവരങ്ങളാണ്, എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മളോടൊപ്പം പങ്കുവെച്ചത് അവരെ പ്രദേശത്തെ തൊട്ട അയൽവാസിയായിട്ടുള്ള ഒരു ഇക്കയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു സങ്കടം അല്ലേ. പ്രത്യേകിച്ച് ഞാൻ ഒരിക്കൽ കൂടി തുടക്കത്തിൽ പറഞ്ഞ പോലെ പറയുന്നതാണ്, നമുക്ക് വെക്കേഷൻ്റെ ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ നമുക്കറിയാലോ, നമ്മൾ വീടിനോട് ചേർന്ന് ചിലപ്പോൾ പുഴ ഉണ്ടാകും അല്ലേ, പല കുളങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ കടലോര മേഖലകളിൽ താമസിക്കുന്നവരാണെങ്കിലൊക്കെ കുട്ടികളെ കളിക്കാൻ വിടുമ്പോൾ പുറകിലൊരു കണ്ണ് വേണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതൊക്കെ ഒരു ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്ത തന്നെയായിരുന്നു. ആ പൊന്നുമോൻ്റെ കുടുംബത്തിന് ഇത് താങ്ങാനുള്ള ഒരു ശക്തി ദൈവം നൽകട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അവസാനമായി എനിക്ക് പറയാനുള്ളത്. ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു എന്നുള്ളതാണ്. പിന്നെ പ്രിയപ്പെട്ടവരെ, മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ലൈവായിട്ട് എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ പേജ് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് വെക്കുക. എല്ലാ വാർത്തകളും ലൈവായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും.